പത്തനംതിട്ട കൈപ്പട്ടൂരിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ജിബിൻ ജെ ബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, എങ്ങനെയാണ് അപകടമുണ്ടായത്? മുണ്ടക്കയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്കും പോയ KSRTC ബസ്സുകളാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് വെച്ച് 3:15 കൂടി കൂട്ടിയിടിച്ചത്. 2 KSRTC ബസ്സുകൾ തമ്മിൽ, അതായത് ഒരു KSRTC ബസ്സിൽ ഏകദേശം 15 ആൾക്കാരും മറ്റ് KSRTC ബസ്സിൽ 60ഓളം ആൾക്കാരും ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഇടത്തെ സൈഡിലായി കാണുന്ന KSRTC ബസ്സിൻ്റെ ഡ്രൈവർ ഈ വാഹനത്തിൻ്റെ അകത്ത് തന്നെ ഏകദേശം 20 മിനിറ്റോളം കുടുങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാലുകളും കൈകളും ഒക്കെ തന്നെ ഒടുങ്ങിയ അവസ്ഥയിലാണ്. ഫയർഫോഴ്സും എത്തിയ ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഈ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ അകത്താണ് അദ്ദേഹം കുടുങ്ങിപ്പോയത്. ഫയർഫോഴ്സ് എത്തിയതിന് ശേഷം ഈ സീറ്റൊക്കെ തന്നെ വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പുറത്തിറക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 20ഓളം പേർക്ക് ഈ ഒരു അപകടത്തിൽ 2 ബസ്സുകളിലായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേരെ അടൂർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വന്ന ഈ ബസ്സിൻ്റെ അമിത വേഗമായിരിക്കാം അപകട കാരണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ബസ് നമുക്ക് വ്യക്തമായി കാണാം. അദ്ദേഹം ഇടതുവശത്തേക്ക് മാക്സിമം ഒതുക്കിയ രീതിയിലാണ് കാണാൻ സാധിക്കും. പക്ഷേ അദ്ദേഹമാണ് ഈ അപകടത്തിൽ ഏറ്റവും പരിക്ക് പറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. ഇപ്പോൾ ആരുടെയും പരിക്ക് ഗുരുതരമല്ല, എന്നാൽ പോലും ഏകദേശം 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. റൂട്ടിലൂടെ 2 KSRTC ബസ്സുകളാണ് കൂട്ടിയിടിച്ചത്.